ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ശിവക്ഷേത്രത്തിൽ ദിവസവും വൈകുന്നേരം ഞാൻ പൂജ ചെയ്യാൻ പോകുന്നതാണ്. സന്ധ്യാസമയത്തിലെ പൂജയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. പൂജ തുടങ്ങുന്നത് ഗണേശ പൂജയിലൂടെയാണ്. പ്രഥമസ്ഥാനീയൻ ശ്രീ ഗണേശനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് പൂജയിലും. ഭഗവാന് ആദ്യം ചന്ദന സ്നാനമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. ശിവസൗന്ദര്യ സർവാമ്യ നമ ശിവസൗഭാഗ്യദായിന്യേ നമ. ചന്ദന സ്നാനമാണ്. സാധാരണ ജലം ഉപയോഗിച്ചാണ് ചന്ദന സ്നാനം നടത്തുന്നത്. ചന്ദന സ്നാനം കഴിഞ്ഞു. സാധാരണ ദിവസത്തെ പൂജയാണ്, അതുകൊണ്ട് വിശേഷാൽ അഭിഷേകങ്ങളൊന്നുമില്ല. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് വിശേഷാൽ അഭിഷേകങ്ങൾ നടക്കുക. ഇത് ശർക്കര സ്നാനമാണ്, അതായത് പഞ്ചസാര അഭിഷേകമാണ് ഭഗവാന്. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നമുക്ക് ക്ഷേത്രങ്ങളിൽ കയറി പൂജ ചെയ്യാം. ശ്രീകോവിലിൽ കയറി തന്നെ പൂജ ചെയ്യാവുന്നതാണ്. ഞാൻ വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്ന ശിവക്ഷേത്രമാണിത്. ഭഗവാന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി ശർക്കര സ്നാനം നടക്കുകയാണ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അതിനുശേഷം ഇത് റോസ് വാട്ടറാണ്, അതായത് ഗുലാബ് ജൽ എന്ന് പറയും. അതിനുശേഷം ഗംഗാജലം കൊണ്ട് ഭഗവാനെ സ്നാനം ചെയ്യണം. ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്തതിന് ശേഷം പിന്നെ ഭഗവാന് ഇത്തർ, അതായത് അത്തർ ലേപനം ചെയ്യണം. എന്നതിന് ശേഷം വസ്ത്രം സമർപ്പിക്കണം. പിന്നെ നമുക്ക് ചന്ദനം കൊണ്ട് ശൃംഗാർ ചെയ്യാവുന്നതാണ്. ഇത് ചന്ദനത്തിൻ്റെ ഇത്തറാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചന്ദനവും ചന്ദനലേപം, ചന്ദന ഇത്തർ. ഇതൊക്കെ ഭഗവാന് ചന്ദനം ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ചന്ദനം കൊണ്ടുള്ള ശൃംഗാരമാണ്. ചന്ദനം കൊണ്ടുള്ള ശൃംഗാരന് അല്പസമയം എടുക്കും കേട്ടോ. ശ്രീ ശിവായ നമസ്തുഭ്യം, ശ്രീ ശിവായ നമസ്തുഭ്യം, ശ്രീ ശിവായ നമസ്തുഭ്യം, ശ്രീ ശിവായ നമസ്തുഭ്യം. ചന്ദനം കൊണ്ട് ചന്ദ്രക്കല, ത്രിപുഞ്ച്, ഓം, സ്വസ്തിക ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ശിവക്ഷേത്രങ്ങളിൽ ഭയങ്കര തിരക്കാണ്. കാരണം വാദിദേവനായ ശ്രീ മഹാദേവൻ ക്ഷിപ്രസാദിയാണ്. ഇവിടങ്ങളിലൊക്കെ ഓരോ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ക്ഷേത്ര ദർശനം നടത്തിയിരിക്കും. പ്രത്യേകിച്ചും അവരവരുടെ വീടുകളിൽ നിന്നും ഒരു ലോട്ട ജലം, അതായത് ഒരു മൊന്ത ജലം അത് കൊണ്ടുവന്ന് ഭഗവാന് അഭിഷേകം ചെയ്യും. അത് അവരുടെ കുടുംബത്തിന് ഓജസ്സും തേജസ്സും ഐശ്വര്യവും ഒക്കെ നൽകുന്നു. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു പതിവ് ദൃശ്യമാണ്. ചന്ദനം കൊണ്ടുള്ള അഭിഷേകത്തിന് ശേഷം ഭഗവാന് ഗുലാൽ, പിന്നെ ഭസ്മം ഇതൊക്കെയാണ് ചാർത്തുന്നത്. അത്താഴ പൂജയിൽ എപ്പോഴും ഞാൻ ചാർത്തുന്ന ശൃംഗാരം തന്നെയായിരിക്കും ഭഗവാനുണ്ടാവുക. ശേഷം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബില്യപത്രം അതാണ്. പക്ഷെ ഇന്ന് ബില്യപത്രം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭഗവാന് മനസാ ബില്യപത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഭഗവാന് ബില്വാഷ്ടക നാമജപത്തോടെയാണ് കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കാറ്. ത്രിദളം ത്രിഗുണാകാരം ത്രിനേത്രം ച ത്രിയായുധം ത്രിജന്മപാപസംഹാരം ഏകവില്ലും ശിവാർപ്പണം. കൂവളത്തിൻ്റെ ഇല ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം അത് വീണ്ടും കഴുകിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം വേറെ ഒന്നും തന്നെ നമുക്കങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഒരു പ്രാവശ്യം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതേസമയം കൂവളത്തിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഭഗവാന് പുഷ്പമാല ചാർത്തി അതിനുശേഷം ഭഗവാന് ഉമ്മത്തിൻകായ, അതായത് ഉമ്മത്തിൻകായ ഭഗവാന് ഏറ്റവും പ്രിയമാണ് എന്നാണ് പറയാറുള്ളത്. ഉമ്മത്തിൻകായ, എരിക്കിൻ പൂവ് ഇതൊക്കെ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. അതിനുശേഷം ഭഗവാന് നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം ഭഗവാന് പിന്നെ ആരതിയാണ്. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനീ സഹിതം നമാമി
മന്ദാരമാല കുലതാറ് കാലേ കൃപാലമാല സുരശേഖരായ ദിഗംബരായ ച ദിഗംബരായ നമഃ ശിവായ ഓം നമഃ ശിവായ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ത്വമേവ സർവം മമ ദേവ. ഹര ഹര മഹാദേവ്. വീഡിയോ കണ്ട എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സന്ധ്യ ആരതി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.